ഹായ് ഗേയ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ പുതിയതായിട്ട് പ്രവർത്തിച്ച് വരുന്ന വെട്ടുകാട് മ്യൂസിയമാണ്. നമുക്ക് ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാണാലോ, ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ തിരുനാൾ സമയത്ത് ഇവിടെ അച്ഛന്മാർ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. ഈ കാണുന്ന ആരോ മാർക്ക് വഴി വേണം നമുക്കിവിടെ നടന്ന് പോവാനായിട്ടുള്ളത്. ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഇവിടെ ഒരുപാട് കാണാനായിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ 4-5 മെഡിറ്റേഷൻ റൂമുകൾ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ വലിയ പുരോഹിതന്മാരിട്ടിരുന്ന് ധരിക്കുന്ന വസ്ത്രങ്ങളതായി ഇരിക്കുന്നതെല്ലാം. ഇതൊരു മെഡിറ്റേഷൻ റൂമാണ്. ഇരിക്കുന്നേക്ക് അവരുടെ ബൈബിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ നല്ലൊരു രീതിയിലൊരു കുരിശടി വന്നിട്ടുണ്ട്. നല്ല ഭംഗി ഇതിനുള്ളിൽ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ടുണ്ട്. നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. ഇവിടെയെല്ലാം അവരുടെ ഓരോ ബൈബിളിലെ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മാതാവാണ്. ഇവിടെ എല്ലാവരും വന്ന് മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഇല്ല, നിശബ്ദതയാണ് ഫുള്ള്. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നത്. ആ നിശബ്ദതയിലൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ്. നമ്മളവിടെ നിന്ന് കയറി വരുമ്പോൾ ഒരു ഗുഹയിലേക്ക് കയറിപ്പോകുന്നൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ആ ചെറു ലൈറ്റുകളും ആ തണുപ്പും ആ നിശബ്ദതയും നല്ലൊരു വൈബ് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതാ ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ റൂം. ഇതിനുള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. ഇത് മറ്റൊരു മെഡിറ്റേഷൻ റൂമാണ്. ഇതിനുള്ളിൽ തന്നെ ഒരു 4-5 മെഡിറ്റേഷൻ റൂം എങ്ങാണ്ടും ഉണ്ട്. ഇതിനുള്ളിൽ കയറുമ്പോഴും നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ഒരു AC-യുടെ തണുപ്പിൽ ഒരു നല്ല നിശബ്ദത നിറഞ്ഞൊരു പ്ലേസ്. ഇങ്ങോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. നമുക്ക് പോവേ ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്ക് കണ്ട് മുമ്പോട്ട് പോവാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇത് മറ്റൊരു മെഡിറ്റേഷൻ റൂമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കടലിലൊരു ഫീലാണ് വരുന്നത്. ഇതെല്ലാം അവരുടെ ബൈബിളിലെ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോളൂ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കല്യാണമാണ്, കാനയിലെ കല്യാണം. നമുക്കിത് എന്താണെന്ന് അറിയത്തില്ല. കാണുന്നത് പോലെയൊന്നുമല്ല, ഇത് നേരിട്ട് വന്ന് കാണണം. എന്നാൽ മാത്രമേ അതിൻ്റെ മനോഹരത അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടേക്ക് നോക്കിയേ, നമുക്ക് ആ കടലിന് അടിയിൽ ചെന്ന് ആഴക്കടലിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു ഫീലാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. ആഴക്കടൽ തന്നെയാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടാലോ ഞാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇത് നേരിട്ട് പോയി കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ എന്താണെന്നുള്ളത്. നമുക്ക് ആ കടലിനടിയിൽ നമ്മൾ നിൽക്കുന്ന ഫീൽ തന്നെയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക്. ഈ കാണുന്ന ആരോ മാർക്ക് വഴി വേണം നമ്മൾ പോവേണ്ടത്. കണ്ടോ ഗേസ്, നല്ലൊരു മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് അവർ ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വന്ന് കാണാൻ കഴിയും. നമുക്കിവിടെ ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിനുള്ളിൽ പ്രവേശിച്ച് കാണാൻ കഴിയും. ഈ കാണുന്ന ആരോ മാർക്ക് വഴിയാണ് നമുക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട വഴി വരുന്നത്. നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി അവർ നമുക്ക് പോവേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പല വഴികളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആരോ മാർക്ക് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എല്ലാ കാഴ്ചയും കണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിയും. അത് ശ്രദ്ധിക്കാതെ പോകുന്നവർക്ക് ഇവിടുത്തെ പല കാഴ്ചകളും മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്.
ഇവിടെയെല്ലാം നമ്മുടെ വലിയ വലിയ പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ദാ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇത് കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ പോയപ്പോൾ കൂടുതലും വന്നത് സ്കൂൾ കുട്ടികളാണ്. അവർക്ക് ഈ ടൂർ പോകുമ്പോൾ അവരുടെ കൊണ്ടുവരുന്നൊരിതാ. ഇവിടെയാണ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആരോമാർക്ക് നമ്മളതനുസരിച്ച് ഇങ്ങോട്ട് പോവുക. ഇവിടെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. എന്താണെന്നുള്ളത് കാണാം നമുക്ക്. ഇത് കണ്ടോ, ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ആവുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇവിടെ അറിയാനായിട്ട് പറ്റും. താഴെ നോക്കി എന്തായിരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ആ കുരിശിലേറ്റി അത് തന്നെയാണ്. ഈ കാണുന്ന ചിത്രങ്ങൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ അത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ അത് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഈ മുത്തശ്ശി കഥകൾ പലതും കേട്ടിട്ടുണ്ട്. നമ്മുടെ യേശു ക്രിസ്തു എന്താണെന്നും എങ്ങനെയായിരുന്നു എന്നും നമ്മൾ പല കഥകളും TV ഷോകളും മറ്റ് നാടകങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ യേശു ക്രിസ്തു എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ പറഞ്ഞു തന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ നമ്മുടെ പഴയ വെട്ടുകാട് പള്ളി എങ്ങനെയായിരുന്നതെന്ന് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ പഴയ വെട്ടുകാട് പള്ളി. ഇങ്ങനെയാണ് ആ പള്ളി ഫസ്റ്റ് ഇരുന്നത്. നമുക്കിത് ഇവിടെ കാണാം. ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന കുരിശടിയാണ്. കണ്ടു, കുരിശടിക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും, അതുപോലെ തന്നെയാണ്. ഈ കാണുന്ന ചിത്രങ്ങൾ ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ യേശു ക്രിസ്തു നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, കാലിത്തൊഴുത്തിലാണ് ഉണ്ണിയേശുവിനെ പ്രസവിച്ചിട്ടതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആൾ ജനങ്ങളോട് പിന്നീട് ഇടപഴകിയതും ആൾ വളർന്നു വന്ന ആ രീതികളും അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കേട്ട കഥകൾ പോലെ തന്നെ ഇവിടെ ഈ ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവസാനം നമ്മൾ ഉണ്ണിയേശുവിനെ കുരിശടിയിൽ ഏറ്റിയത് വരെ നമുക്ക് ഇവിടെ ആ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിമനോഹരമായ പല കാഴ്ചകളും ഇതിനുള്ളിലുണ്ട്. ഇത് വന്നിട്ടൊരു മെഡിറ്റേഷൻ റൂമാണ്. മെഡിറ്റേഷൻ റൂമുകൾ 4ഓ 5ഓ എന്തോ ഇതിനുള്ളിലുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം ഓരോന്നായിട്ട് കാണാം. കണ്ടു, ഇത് വന്നിട്ട് നമുക്ക് ഇവിടെ തിരുനാൾ സമയത്ത് കൊടി തെളിയിക്കുന്ന സ്നേഹദീപമാണ്. നമുക്ക് ഒരു വർഷത്തിൽ അവരിത് ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ഇതാണ് നമുക്ക് എന്തോ പറയാൻ, കൊടിയേറുന്നതിൻ്റെ സ്നേഹരൂപമായി അവർ കാണുന്നത് ഈ ഒരു വസ്തുവാണ്. നമുക്ക് പോയി ഓരോന്നായിട്ട് കാണാം. കണ്ടോ, ഇത് മറ്റൊരു മെഡിറ്റേഷൻ റൂമാണ്. മെഡിറ്റേഷൻ റൂമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് അതിനുള്ളിൽ കയറുമ്പോഴത്തേക്ക്. ഒരു തണുപ്പും ഒരു നിശബ്ദമായ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ആയിരുന്നാൽ പോലും നമുക്ക് നിശബ്ദതയാണ്. നല്ലൊരു തണുപ്പിനുള്ളിലൊരു നിശബ്ദത, നല്ല സെറ്റ് വൈബ് തന്നെയാണ്. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ പോവുക തന്നെ വേണം. പോയി അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഇത് ഒരു മെഡിറ്റേഷൻ റൂമാണ് ഈ കാണുന്നത്. നമുക്ക് പോവേ കണ്ടു. ഇതാണ് വലിയൊരു കാഴ്ച ഇവിടെ കാണേണ്ടത്. നമ്മുടെ ഉണ്ണീശ്വരനെ നമ്മൾ പറഞ്ഞ ആ കഥകളിലെല്ലാം ഇവിടെ കാണാം. ഇതാണ് നമ്മളെ പള്ളിയിലെ പഴയ മണി. ഈ പള്ളി ആരംഭിച്ച തൊട്ടുള്ള മണിയാണ് ഈ കാണുന്നത്. അവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇവിടെ പോകുമ്പോഴേ നമുക്ക് എന്തോ പറയും, വൈദ്യ തൈലം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഈ വിശുദ്ധ തൈലം. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതാണ് ഈ കണ്ണാടി ചില്ലിനുള്ളിൽ അവരെന്തൊക്കെയാണ് വച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ എല്ലാം അത് തന്നെയാണ് വരുന്നത്. അവിടുത്തെ പഴയ നിലാവിളക്കുകളാണ്. അത് കാണാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മുടെ വലിയ വലിയ പുരോഹിതന്മാർ, നമുക്കിവിടെ തിരുനാൾ സമയത്ത് അവരെത്തും. അവരൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു ഡോളിലിട്ട് വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ വല്ലാത്തൊരു ഇത് തന്നെയാണ്, പറയാനായിട്ടില്ല. അതാ നമ്മുടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു ടൈം അതാ കണ്ടോ. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിപ്പോൾ എന്താണെന്നോ ഇതിനുള്ളിലെ വൈബ് എന്താണെന്നോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇത് കണ്ടാൽ പോലും ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാവത്തില്ല. ആ ഒരു ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക തന്നെ വേണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും ഇതിനുള്ളിൽ പോയതായിരിക്കും, അവർക്കിത് എന്താണെന്ന് അറിയാം. പോയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളിത് പോവുക തന്നെ വേണം. ഇവിടെ എൻട്രി പാസോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നൊരു മനോഹരമായ അതിമനോഹരമായ ഒന്നെന്ന് തന്നെ പറയാം ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ വെട്ടേട് പള്ളിയിൽ പോകുന്നവരുണ്ടല്ലോ, എല്ലാവരും പോകുന്നവരാ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പോയി കാണാം. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു, പുറത്തേക്ക് ഇതാ ഇറങ്ങുകയാണ്. ദാ പോകുന്നു നമ്മുടെ വെട്ടേട് പള്ളിയുടെ പുറത്ത് നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ തന്നെ ഒരു സൈഡിലായിട്ടാണ് ദേ കണ്ട ഒരു റൂം പോലെയുള്ളൂ. പക്ഷെ ഇതിനുള്ളിലാണ് ഇത്രയും വലിയ മനോഹരമായ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദ പവർ ഓഫ് 2.